നമസ്കാരം. മീനാക്ഷി നടരാജനാണ് മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിച്ച മൂന്നാമത്തെ ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. എങ്ങനെയാണ് മീനാക്ഷി നടരാജൻ അവിടെ പരാജയപ്പെട്ടത്? എന്ത് നാടകീയ സംഭവങ്ങളാണ് അവിടെ ഉണ്ടായത്? നിഗൂഢമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടു? ജനാധിപത്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. മധ്യപ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 3 ഒഴിവാണ് ഉണ്ടായിരുന്നത്. 3-ൽ 2 BJPക്കും 1 കോൺഗ്രസിനും ലഭിക്കേണ്ട വിധമാണ് നിയമസഭയിലെ സീറ്റ് നില. എന്നാൽ 3ഉം BJP നേടി. മീനാക്ഷി നടരാജൻ എന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കാതെ ആദ്യമേ പിന്നോട്ട് തള്ളപ്പെട്ടു. BJP 3ാമത്തെ സീറ്റും നേടി രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് അപ്രതീക്ഷിതമായി സ്വന്തമാക്കി. രാജ്യസഭാ സീറ്റുകളിൽ മറ്റു ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് MLA-മാരെ ചാക്കിട്ട് പിടിച്ച് പിന്തുണ നേടി രാജ്യസഭയിലേക്ക് എത്തിക്കുന്ന പരിപാടി നേരത്തെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത്തവണ കുറച്ചുകൂടി കടന്ന പുതിയൊരു തന്ത്രമാണ് നടപ്പാക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ എന്ത് റോൾ എടുത്തു? സ്ഥാനാർത്ഥി തന്നെ അകാരണമായി അയോഗ്യമാക്കപ്പെടുന്ന പരിപാടി എങ്ങനെ സംഭവിച്ചു? വോട്ട് ചോരിയും കാലുമാറ്റവും അടങ്ങിയ ചാണക്യ കുതന്ത്രങ്ങൾക്ക് ശേഷം പ്രത്യക്ഷത്തിൽ തന്നെ ജനാധിപത്യ വിശ്വാസികളെ ഞെട്ടിക്കുന്ന പദ്ധതികൾ നടപ്പാക്കപ്പെടുന്നു എന്ന് വേണം മധ്യപ്രദേശിലെ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. 2022-ൽ തെലങ്കാനയിൽ ഒരു സ്ത്രീ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടതാണ് വിഷയം. അവർ ഒരു കോൺഗ്രസ് നേതാവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. കോൺഗ്രസിലെ അവഗണനയും ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെ ഉൾപ്പെട്ട ഗൗരവമുള്ളൊരു പരാതിയായിരുന്നു. എന്നാൽ പിന്നീട് അതിൽ കൂടുതൽ ആരോപണങ്ങൾ വന്നു. അന്നത്തെ തെലങ്കാന കോൺഗ്രസ് ചുമതലയുള്ള നേതാക്കളെയും ചില പാർട്ടി ഭാരവാഹികളെയും പ്രതിക്കൂട്ടിലാക്കി ആരോപണം ഉന്നയിച്ചു. ആ പരാതിയിൽ മീനാക്ഷി നടരാജൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെയും ആരോപണമുണ്ടായിരുന്നു. പരാതിക്കാരിയുടെ ആരോപണങ്ങൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടും നടപടിയെടുത്തില്ല. ബന്ധപ്പെട്ട നേതാവിന് രാഷ്ട്രീയ സംരക്ഷണം ലഭിച്ചു. പരാതി അവഗണിക്കപ്പെട്ടു. ഇതൊക്കെയാണ് മീനാക്ഷി നടരാജൻ അടക്കമുള്ളവർക്കെതിരായ ആരോപണം. എന്നാൽ അത് രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്നതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടോ? കോടതിയിൽ നിന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർക്കൊരു നോട്ടീസ് അയച്ചു എന്നും അതിനവർ മറുപടി നൽകിയെന്നും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുമാണ് കോൺഗ്രസ് വിശദീകരിച്ചത്. അതായത് നിലവിലെ വിവരപ്രകാരം മീനാക്ഷി നടരാജനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതാണല്ലോ കേസിൻ്റെ അടിസ്ഥാന കാര്യം. പോലീസ് അന്വേഷണത്തിൽ അവർ പ്രതിയല്ല. കോടതിയിൽ നിന്ന് ലഭിച്ച ഒരു നോട്ടീസാണ് ഉള്ളത്. അതിനവർ മറുപടിയും കൊടുത്തു. തുടർ നടപടി എന്താണെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് ഇതൊരു ക്രിമിനൽ കേസായി കരുതാനാകില്ല. എന്നാൽ BJPയുടെ വാദം മറിച്ചാണ്. ഈ നോട്ടീസ് തന്നെ മതി എന്നാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അംഗീകരിച്ചു. ആ നോട്ടീസിനെ കുറിച്ച് അവർ അതിൽ പരാമർശിച്ചില്ല എന്ന ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. അങ്ങനെ അയോഗ്യനാക്കി. ഹൈദരാബാദ് കോടതിയിൽ കേസ് പരിഗണനയിലുണ്ട്. അതിനെക്കുറിച്ച് സ്ഥാനാർത്ഥി അഫിഡവിറ്റിൽ വെളിപ്പെടുത്തേണ്ടിയിരുന്നു എന്നാണ് BJPയുടെ വാദം. അത് മറച്ചുവെച്ച് തെറ്റാണ്. അതിനാൽ നാമനിർദ്ദേശ പത്രിക അസാധുവാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും BJPയുടെയും വാദം ചോദ്യം ചെയ്യപ്പെടുന്ന വിശദാംശങ്ങൾ ഉൾപ്പെട്ടതാണ്. ക്രിമിനൽ കേസ് തന്നെ നിലവിലില്ല. FIR ഇല്ല, ചാർജ് ഷീറ്റില്ല, പോലീസ് അന്വേഷണമില്ല, സ്വകാര്യ പരാതി മാത്രം. അതിന്മേൽ സ്വീകരിച്ച നടപടികൾ കമ്മീഷനെ അറിയിച്ചില്ല എന്ന ആക്ഷേപം നിലനിൽക്കുമോ? നിലവിലെ ജനപ്രാതിനിധ്യ നിയമം പ്രകാരം നിലനിൽക്കുമോ? ഒരു വ്യക്തി കോടതിയിൽ നൽകിയ സ്വകാര്യ പരാതിയെ ക്രിമിനൽ കേസ് എന്ന് കണക്കാക്കി ഇങ്ങനെ ഗൗരവതരമായ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടിയെടുക്കാൻ കഴിയുമോ? ഇല്ല എന്നാണ് നിയമവിദഗ്ധരടക്കം പറയുന്നത്. തിരുത്താനും അവസരം നൽകിയില്ല എന്നതാണ് ഗൗരവപ്പെട്ട മറ്റൊരു കാര്യം. എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ വിശദീകരണം തേടുകയോ തിരുത്താൻ സമയം നൽകുകയോ ചെയ്യുകയാണ് സാധാരണ ഇത്തരം ഘട്ടങ്ങളിൽ ചെയ്യുക. എന്നാൽ അതിനും അവസരം നൽകാതെ ഒറ്റയടിക്ക് കംപ്ലൈൻറ്റ് കിട്ടി, പത്രിക തള്ളി. ഇതാണ് പരിപാടി. അസാധാരണ നടപടിയാണ് ഇത് എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. മീനാക്ഷി നടരാജൻ്റെ പത്രിക തള്ളിയതിനു ശേഷം മധ്യപ്രദേശിലെ 3ാമത്തെ രാജ്യസഭാ സീറ്റും BJP കൈക്കലാക്കി. അക്ഷരാർത്ഥത്തിൽ കൈക്കലാക്കി എന്ന് പറയാം. 2 ജയിക്കുമായിരുന്നതും 3ാമത്തേത് ഇങ്ങനെ പിടിച്ചെടുത്തതും. ചുരുക്കത്തിൽ BJPയുടെ 3ാമത്തെ സ്ഥാനാർത്ഥിയെയും ജയിപ്പിക്കാൻ അല്ലെങ്കിൽ മീനാക്ഷി നടരാജനെ തോൽപ്പിക്കാൻ ആസൂത്രിത നീക്കം നടന്നു എന്നാണ് ആരോപണം. അതായത് നമ്മളറിയാതൊരു കംപ്ലൈൻറ്റും അതിന്മേൽ നടപടിയും ഉണ്ടായാൽ പോലും, കേസെടുക്കാത്ത കാര്യമാണെങ്കിലും വല്ല നോട്ടീസ് അയച്ച് മറുപടി നിങ്ങൾ കൊടുത്ത കാര്യമാണെങ്കിൽ പോലും അത് പ്രശ്നമാണ് എന്നാണ് കമ്മീഷൻ്റെ തീരുമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല, അത് ക്ലാരിഫൈ ചെയ്യാനുള്ള നിയമപരമായ സമയമുണ്ട്. അതുപോലും നൽകിയില്ല, ഇനി നൽകുകയില്ല ഇത്തരം സാഹചര്യങ്ങൾ എന്നാണ്. സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ഇത്തരം കുരുക്കുകൾ ഇട്ടാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിൽ വിലപ്പോകും എന്നും ഇനി അങ്ങോട്ട് ഇമാതിരി രാഷ്ട്രീയ പദ്ധതികൾ നടപ്പിലാക്കപ്പെടും എന്ന് പറഞ്ഞാലും തെറ്റില്ല. എന്നാൽ അങ്ങനെ എല്ലാവരുടെയും കാര്യത്തിൽ നടക്കുമോ? ഇല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുത്താലേ, തീരുമാനിച്ചാലേ കാര്യങ്ങൾ നടക്കൂ. അതാണ് 2ാമത്തെ കാര്യം. എന്താ വെച്ചാൽ സമാനമായൊരു പരാതി ഇതേ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിലുണ്ടായി. അവിടെയാണ് ഇരട്ട നീതി ആരോപണവും ഈ മീനാക്ഷി നടരാജനെതിരായ നടപടിയിലെ കുതന്ത്രങ്ങളും പ്രത്യക്ഷമാകുന്നത്. മധ്യപ്രദേശിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജൻ്റെ പത്രിക തള്ളുമ്പോൾ അപ്പുറത്ത് സമാനമായ പരാതിയിലുള്ള മറ്റൊരാളുടെ പത്രിക സ്വീകരിക്കുകയും രാജ്യസഭയിലേക്ക് അയാൾ അയക്കുകയും ചെയ്തതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ആരോപണ വിധേയമാക്കുന്ന മറ്റൊരു സംഭവം. ജാർഖണ്ഡിൽ BJP പിന്തുണയ്ക്കുന്ന വ്യവസായി ഗുജറാത്തിലെ പരിമൾ നത്വാനിയുടെ പത്രികയാണ് അംഗീകരിച്ചത്. തെലങ്കാനയിലെ ഒരു കേസിൻ്റെ വിവരങ്ങൾ വെളിപ്പെടുത്തിയില്ല എന്നതാണല്ലോ മീനാക്ഷി നടരാജൻ്റെ പേരിലുള്ള ആക്ഷേപം. എന്നാലും അതിലും ഗുരുതരമായ
വ്യക്തിപരമായതും ഡയറക്ടറായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ വിവരങ്ങൾ നൽകാത്തതുമായ ആരോപണമാണ് നത്വാനിക്കെതിരെ ഉള്ളത്. അത് കോൺഗ്രസ് അതിന്മേൽ പരാതിയും നൽകി. എന്നാൽ അവിടെ റിട്ടേണിംഗ് ഓഫീസർ ആ പരാതി സ്വീകരിച്ചില്ല. ഇത് ഇരട്ടത്താപ്പാണ് എന്നതിനപ്പുറം ഗൗരവതരമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നാണ് ഈ മധ്യപ്രദേശിലെ നടപടിയുമായി ബന്ധപ്പെടുത്തി ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. നത്വാനിക്കെതിരായ പരാതി സ്വീകരിക്കാത്തതിലും മീനാക്ഷി നടരാജന്റെ പരാതി തള്ളിയതിലുമുള്ള ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിൻ രംഗത്തെത്തി. BJPക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനേക്കാൾ എളുപ്പം തട്ടിപ്പ് നടത്തുന്നതാണ് എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. മീനാക്ഷി നടരാജന്റെ കേസിൽ തീർപ്പ് കൽപ്പിക്കാത്ത കേസുകളൊന്നുമില്ല. അതേസമയം പരിമൾ നത്വാനി ഫോമിൽ സ്വന്തം പേര് തെറ്റിച്ചു, ഒന്നിലധികം നിർബന്ധിത വെളിപ്പെടുത്തലുകൾ ഒഴിവാക്കി പരാതി നൽകി. എന്നാൽ അതെല്ലാം പരിഹരിക്കാൻ റിട്ടേണിംഗ് ഓഫീസർ ഇഷ്ടം പോലെ സമയം നീട്ടി നൽകി. അതേസമയം മീനാക്ഷി നടരാജന്റെ കേസിലോ കോൺഗ്രസ് ഇങ്ങനൊരു പ്രശ്നം വന്നപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് കറക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കാണാൻ അനുമതി ചോദിച്ചിട്ട് അതിന് പോലും ആദ്യം കാണാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ ഡൽഹിയിൽ ധർണ നടത്തിയപ്പോഴാണ് പരാതി കേൾക്കാൻ തയ്യാറായത് എന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കിയതുമാണ്. സത്യവാങ്മൂലത്തിൽ തെലങ്കാനയിൽ ഒരു കേസിന്റെ വിവരം വെളിപ്പെടുത്തിയില്ല എന്ന കാരണത്താലാണ് റിട്ടേണിംഗ് ഓഫീസർ മീനാക്ഷിയുടെ പത്രിക തള്ളിയത്. എന്നാൽ കേസിൽ കോടതി കുറ്റം ചുമത്തുകയോ വിചാരണയ്ക്ക് ഉത്തരവിടുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ അത്തരം വിവരം വെളിപ്പെടുത്തേണ്ട ബാധ്യത ഇല്ലെന്നാണ് നിയമപണ്ഡിതരും പറയുന്നത്. ജനപ്രാതിനിധ്യ നിയമപ്രകാരം 2 വർഷമോ അതിൽ കൂടുതൽ കാലമോ ശിക്ഷ ലഭിക്കുന്ന കേസുകളിൽ, ക്രിമിനൽ കേസുകളിലാണ് കോടതി കുറ്റം ചുമത്തിയിട്ടുള്ളപ്പോൾ, അത്തരം FIR ഇട്ടിട്ടുള്ളപ്പോഴോ കുറ്റം ചുമത്തിയിട്ടുള്ളപ്പോഴോ ആണ് സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തേണ്ടത്. ഇത് നിയമപരമായ കാര്യമാണ് എന്ന് കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ മനീഷ് അഭിഷേക് സിംഗ്വി പറഞ്ഞു. ഇതേസമയം കോൺഗ്രസ് ഈ വിവേചനം ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ പോയിട്ടുണ്ട്. കോടതി കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തിടുക്കത്തിൽ എതിർ സ്ഥാനാർത്ഥിയുടെ വിജയം പ്രഖ്യാപിക്കപ്പെട്ടു എന്നിടത്താണ് കാര്യം. സുപ്രീം കോടതി അഭിഭാഷകൻ കാളീശ്വരൻ രാജ് പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു, മധ്യപ്രദേശിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയത് തെറ്റും നിയമവിരുദ്ധവുമാണ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ 223 വകുപ്പ് അനുസരിച്ച് സ്വകാര്യ പരാതിയിൽ കേസെടുക്കണമെങ്കിൽ പ്രതിഭാഗത്തെ കേൾക്കണം. മീനാക്ഷി നടരാജന്റെ പേരിൽ കേസെടുക്കണോ എന്ന് തീരുമാനിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള നോട്ടീസ് മാത്രമാണ് അവർക്ക് അയച്ചത്. അതിന് അർത്ഥം അവരുടെ പേരിൽ ക്രിമിനൽ കേസെടുക്കാൻ കോടതി തീരുമാനിച്ചു എന്നല്ല. ജാർഖണ്ഡിൽ തെറ്റുതിരുത്താൻ വ്യവസായി അനുവദിച്ച വിശാല മനസ്കത മീനാക്ഷി നടരാജന്റെ കാര്യത്തിൽ കാണിച്ചില്ല എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇരട്ടത്താപ്പാണ്. ഭരണഘടന ജനാധിപത്യത്തെയും സ്ഥാപനങ്ങളുടെ ശരിയായ നടത്തിപ്പിനെയും പരസ്യമായി അട്ടിമറിക്കുന്ന ഇത്തരം നടപടികൾ സുപ്രീം കോടതി സമയോചിതമായി ഇടപെട്ടില്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാവി ഇരുളടഞ്ഞതാകും എന്നാണ് സുപ്രീം കോടതി അഭിഭാഷകൻ കൂടിയായ കാളീശ്വരൻ രാജ് പറയുന്നത്. രാഹുൽ ഗാന്ധി ആരോപിച്ചതുപോലെ വോട്ട് ചോരിക്ക് പിന്നാലെ സീറ്റ് ചോരിയിലേക്ക് കാര്യങ്ങൾ എത്തിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. ഭാവിയിൽ എവിടെയും എങ്ങനെയും ഇതൊക്കെ സംഭവിക്കാം. ഇനി സുപ്രീം കോടതിയിൽ മീനാക്ഷി നടരാജന്റെ പരാതി കേൾക്കാൻ പോകുന്നുണ്ട്, ഇതെല്ലാം തീരുമാനമായതിനു ശേഷം. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജയം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അടുത്ത നടപടികൾ എന്തൊക്കെയാകും എന്ന ആശങ്ക ബാക്കിയാണ്. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.